ഹായ് നമസ്കാരം. ഞാൻ ഷെബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്കൊരു മെഗാ മീറ്റപ്പ് ഉണ്ടായിരുന്നു ചേളാരി മേലെ ചേളാരിയിൽ വെച്ചിട്ട്. അവിടെ സെഞ്ചുറി ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പോൾ അത് അവിടെ എത്തിയപ്പം ഏതായാലും ജസ്സിനെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ അവളെ എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാനിതാ പതിവ് പോലെ നഖം വെട്ടുകയാണ്. ഞാൻ എവിടെ പോകുമ്പോഴും എപ്പോഴും മറക്കണ ഒരു കാര്യമാണ് ഇതിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നെയിൽ കട്ടറൊക്കെ എപ്പോഴും എൻ്റെ ബാഗിൽ സ്റ്റോക്ക് ഉണ്ടാകും. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വളരുമ്പോഴത്തേക്കും അത് അങ്ങോട്ട് വെട്ടിക്കളയണം, അല്ലെങ്കിൽ ഒരു തൊയിരക്കടാട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് എവിടെ പോകുമ്പോഴും കൈ പിടിച്ചിട്ടേ പോകുള്ളൂ. ഇനി അതൊന്നല്ല, എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതൊക്കെ എൻ്റെ അടുത്ത് ബാഗിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരി അത് വീഡിയോ എടുത്തിട്ട് പിന്നെ എനിക്ക് അയച്ചു തന്നതായിരുന്നു കേട്ടോ, ഞാൻ ചെയ്യുന്ന കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് പിന്നെ എൻ്റെ കൂടെ യുസ്ര ഉണ്ട്, നുഷൈബ് ഉണ്ട്, ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ ടോക്കൺ നമ്പർ കാണാനും ഇല്ല കേട്ടോ. എൻ്റെ പിന്നെ ഒക്കെ അങ്ങനെയാണല്ലോ, വേണ്ട സമയത്ത് വേണ്ടതൊന്നും കാണൂല. പിന്നെ ഇതൊക്കെ ഈസി കുക്കിൻ്റെ അതിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അറിയാവുന്നവരും അറിയാത്തവരും ഒരുപാട് കൂട്ടുകാരങ്ങനെ നേരിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ യുസ്രയാണ്, പിന്നെ റൈറ്റ് സൈഡിൽ നുഷൈബ വൈറ്റ് ഇട്ടത് കേട്ടോ. അവളിൻ്റെ 10ാം ക്ലാസ്സിലത്തെ ഫ്രണ്ടായിരുന്നു. അതിന് ശേഷം യൂട്യൂബ് വഴി വീണ്ടും ഞങ്ങൾ ഒന്നിച്ചിട്ടോ. അവളെ കൂട്ടം പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, അവൾ കല്യാണത്തിന് എനിക്ക് പാൽക്കുപ്പിയാണ് കേട്ടോ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അത് കുറേ കാലം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിലിടക്ക് ജെസ്സി വന്നിട്ടുണ്ട്. ജെസ്സിക്ക് പിന്നെ എൻ്റെ അത്രയും ബോധം അന്തം ഇല്ലാത്തോട്ട് ഓളതും ടോക്കൺ നമ്പർ കാണാമല്ലോ കേട്ടോ, അത് തിരഞ്ഞു നിൽക്കുകയാണ്. അപ്പം നിഷേബ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പാൽക്കുപ്പി ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ പൊന്നുണ്ടായ സമയത്തൊക്കെ വിരുന്ന് പോകുമ്പോൾ ഒക്കെ അത് കൊണ്ട് നടന്നിരുന്നു. എന്നിട്ട് ഞാൻ കുറേ കാലം ഞാൻ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു കേട്ടോ, ഓരോ ഓർമ്മക്കായിട്ട്. പക്ഷേ ഇപ്പം അതെവിടെ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ള ചാനലത്തെ ഷെഫീഖിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഓനെ കണ്ടപ്പം ജെസ്സിക്ക് ഇൻസ്റ്റഗ്രാമിലത്തെ യൂട്യൂബിലത്തെ 100 കൂട്ടം സംശയങ്ങൾ ഇട്ടാം, അതൊക്കെ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി, പിന്നെ അതുപോലെ ചിക്കൻ കടായി ഒക്കെ ആയിരുന്നു. പിന്നെ സീക്രട്ടേഴ്സ് ഗ്രൂപ്പിലത്തെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഞങ്ങൾ എവിടെ കണ്ടാലും അങ്ങനെയാണ്, ഫോട്ടോ മസ്റ്റാണ് എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടെ. ആ ഓഡിറ്റോറിയത്തിന്റെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പിലാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ സീക്രട്ടേഴ്സിന്റെ ഫ്രണ്ട്സുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും നല്ല ഒത്തൊരുമുള്ള ആളുകളാണ്. പിന്നെ നമ്മുടെ തസ്രിയത്തെ പാവം ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ വരുന്നത്. എപ്പോഴും ഞങ്ങൾക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരും കേട്ടോ. ഇപ്രാവശ്യം ബ്രൗണി തന്നെയല്ലേ ഇത്, ബ്രൗണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഒരുപാട് റെസിപ്പികൾ കാണണമെന്നുണ്ടെങ്കിൽ തബ്സോം കിച്ചൺ എന്നുള്ള ചാനൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. അടിപൊളി റെസിപ്പികൾ കാണാൻ പറ്റും. പിന്നെ സിംഗർ ജംഷീദ് മഞ്ചേരി, ഓൻ്റെ അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞത് കേട്ടോ, ഓഡിറ്റോറിയത്തിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ നടുക്ക് ഇങ്ങനെ സ്റ്റേജൊക്കെ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതേപോലെ ഒരു 3-4 പ്രോഗ്രാമുകളൊക്കെ ഒരുമിച്ച് നടത്താൻ പറ്റിയ ഒരു ഓഡിറ്റോറിയം. പിന്നെ നമ്മുടെ ഷർഫത്താത്ത ഉണ്ട്. അപ്പോൾ മുമ്പിൽ പർദ്ദട്ട ആൾ കേട്ടോ. ഷർഫത്താത്താനെ ഞങ്ങളൊക്കെ ഒരു ഏട്ടത്തിനെ പോലെ കാണുന്നതാ. ഷർഫത്താത്താൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ എനിക്കൊരു മീറ്റപ്പിൽ എൻട്രി കിട്ടിയത് പോലും. അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ലൊരു അടിപൊളി മൊമെൻറ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി പരിപാടികൾ തന്നെയായിരുന്നു കേട്ടോ. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുകൊണ്ട് തന്നെ. പിന്നെ മിനിസ്റ്റർ, അങ്ങനെ ഓരോരുടെയൊക്കെ പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ചെന്നപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ടൈമിൽ കുറേ പേര് പോയിട്ടുണ്ട്. ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഷെഫീക്ക് കോട്ടക്കൽ വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഞങ്ങളൊക്കെ ഓൻ്റെ കൂടെ കോട്ടക്കൽ വരെ പോകുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് എല്ലാവരും കൂടെ പെരിന്തൽമണ്ണയ്ക്ക് ബസ്സിന് പോന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.